നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ നഷ്ടം സംഭവിക്കുന്ന കാഴ്ചയാണ് ഈ വാരത്തിൽ നമ്മൾ കണ്ടത്. വീണ്ടും നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും റിസൾട്ടുകൾ വന്നു തുടങ്ങിയപ്പോൾ TCSന്റെ റിസൾട്ട് വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിലും ഒപ്പം തന്നെ വിപണിയിലും ഒരു തിരിച്ചടി നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റിസൾട്ട് വന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ആയിരുന്നു. ഭേദപ്പെട്ട റിസൾട്ടാണ് RIL പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വിപണിയിൽ ഒരു സെൽ ഓഫാണ് ഈ വാരം നമ്മൾ കണ്ടത്. നിക്ഷേപകർ വളരെ ജാഗ്രതയോടുകൂടി വിപണിയെ സമീപിക്കേണ്ട സമയമാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡിൽ പ്രധാനമായും ഈ വാരം സ്വീകരിക്കേണ്ട സ്ട്രാറ്റജികളും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കത്തുകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം ഭുവനേന്ദ്രൻ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം, ഒരു സെൽ ഓഫിലേക്ക് വീണ്ടും വിപണി പോയി. നിക്ഷേപകർ ആ രീതിയിലൊരു കൺസേൺ ആണ്. പ്രത്യേകിച്ച് ഒരു സെൽ ഓഫ് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു നേട്ടത്തിൽ കുറച്ച് പേരൊക്കെ ബൈ ചെയ്ത് വന്നിട്ടുണ്ടാവാം. അവർ വീണ്ടും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് മാറുന്ന സാഹചര്യത്തിൽ അവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും മാർക്കറ്റ് 8,280 എന്നാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു മാർക്കറ്റ് ഒരു കോഷ്യസ് അപ്രോച്ച്, കാരണം വളരെ ഷാർപ്പായ ഒരു ഗ്ലോബൽ ബൗൺസ് ബാക്ക് ലാസ്റ്റ് വീക്ക് സംഭവിച്ചിരുന്നു. എന്നാൽ വീണ്ടും റിസൾട്ട് സീസണിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് നമ്മളെ റിസൾട്ടിനെ കുറിച്ച് ഇൻഡസ്ഇൻഡ് ബാങ്ക്, TCS, ACC, റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ കോഷ്യസ് ആയിട്ട് സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ട് TCS, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഈ രണ്ട് റിസൾട്ടും ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. എന്നാൽ TCS തീർത്തും ബിലോ എക്സ്പെക്ടേഷനായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ TCSലും ആ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് കൊണ്ടു. ദെൻ ബാങ്കിങ് സെക്ടറിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ടും മാർക്കറ്റ് വലിയ പ്രതീക്ഷയായിരുന്നു. അതും മോശമായി. ഓൾമോസ്റ്റ് എനിക്ക് 6.5% ഫ്രൈഡേ ക്ലോസിംഗ് വീക്കായിരുന്നു. അത് ആ ആക്സിസ് ബാങ്കിലൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ന്യൂസുകൾ തന്നെയായിരുന്നു. അത് മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് റിലയൻസിൻ്റെ റിസൾട്ട്. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് ശേഷം വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വീണ്ടും ലൈം ലൈറ്റിലേക്ക് റിലയൻസ് വരുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കാണുന്നത്. റിഫൈനിങ് മാർജിൻ കൂടി എന്നുള്ളതാണ് അവരുടെ മേജർ ബിസിനസ്. അതിൽ റിഫൈനിങ് മാർജിൻ കൂടിയത് വളരെ പോസിറ്റീവാണ്. 6,381 കോടി നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ്. മാർക്കറ്റിന് അത് ഉണർവായിരിക്കാം. പക്ഷേ ഗ്ലോബലി സിറ്റുവേഷൻ അത്രത്തോളം ബെറ്റർ അല്ല. US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വന്നു 0.02. അത് കൂടി. അത് ചിലപ്പോൾ വീണ്ടും റേറ്റ് ഹൈക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി, അതൊരു റീസൺ ആയിരുന്നു ഗ്ലോബൽ സെൽ ഓഫിന്. റേറ്റ് ഹൈക്ക് ആയിരുന്നു പഴയ ഒരു ഫിയർ എന്ന് പറയുന്നത്. അത് വീണ്ടും വരുമോ എന്നുള്ളൊരു ഫിയർ. ദെൻ ചൈനയിൽ ഷോർട്ട് സെല്ലിംഗ് അപ്രൂവ് ചെയ്തു. അത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഗ്ലോബലി സിറ്റുവേഷൻ മോശമായി. ദെൻ അതോടൊപ്പം തന്നെ ഇന്ത്യൻ റിസൾട്ടുകൾ മോശം റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എഗൻ നെക്സ്റ്റ് വീക്ക് HDFC പോലെയുള്ള മേജറായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട്. ആക്സിസ് ബാങ്ക് അതുപോലെ കുറേയധികം റിസൾട്ടുകൾ വരുന്നു. അതും തീർച്ചയായിട്ടും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലും വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് വന്നു. ലൂപ്പിൻ US FDA അരബിന്ദോ ഫാർമയ്ക്ക് ഒരു അപ്രൂവൽ കൊടുത്തു. ലൂപ്പിൻ്റെ സെയിൽസിനെ ചിലപ്പോൾ ബാധിക്കാം, അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാം. അതിൻ്റെ ഒരു ഡൗൺഗ്രേഡ് ചെയ്തു. അത് ആ സെക്ടറിലൊക്കെ തന്നെ. കാരണം അതിൻ്റെ ഒരു പ്രധാന റീസൺ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് ഒരു വാർണിംഗ് തന്നതാണ്. IT-യിലും ഫാർമയിലും ഫ്രഷ് ബൈ അഡ്വൈസബിൾ അല്ല, വാല്യുവേഷൻ ഹൈ ആണെന്ന് പറയാനുള്ള റീസൺ അത് തന്നെയായിരുന്നു. വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കാം. IT-യിലും ഫാർമയിലും ഒരു കറക്ഷൻ സംഭവിക്കാം. നെക്സ്റ്റ് വീക്ക് ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരുന്നു. അത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഇൻഫോസിസ് റിസൾട്ട് മോശമാവുകയാണെങ്കിൽ IT സെക്ടർ ഓവറോൾ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വരാം. അതേസമയത്ത് ഇൻഫോസിസ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഈ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയും IT സെക്ടറിൽ ഉണ്ടാകാം. അപ്പോൾ റിസൾട്ട് സീസണാണ്. വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ഫാർമ സെക്ടർ കോഷ്യസ് ആയിട്ടിരിക്കുക. ഫാർമ സെക്ടർ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചു. അടുത്ത കറക്ഷനോടുകൂടി ആ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂയിലേക്ക് വരും. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ആ സ്റ്റോക്കിലും കറക്ഷൻ സംഭവിക്കും. ഓവറോൾ IT സെക്ടറിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിക്കും. ആ സമയത്ത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലും ഷോർട്ട് സെല്ലിന് പോകാതെ ആ റിസൾട്ടിന് ശേഷം മോശം റിസൾട്ടാണെങ്കിൽ അതേ സമയത്ത് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ ഈ സെക്ടർ ഓവറോൾ സെക്ടറിൽ ഒരു ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ നെഗറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് ടെറിട്ടറി തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അടുത്തൊരു 3 ക്വാർട്ടർ റിസൾട്ടും ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടർ തീർച്ചയായിട്ടും മോശം റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടർ മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് പോകാനാണ് സാധ്യത. പുതിയ ഡൗൺ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ 3 എപ്പിസോഡ് മുമ്പ് പറഞ്ഞ 8,250 എന്ന് പറയുന്ന അടുത്തൊരു മേജർ സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇപ്പോൾ 8,560, 540 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. നെക്സ്റ്റ് വീക്ക്
ടെസ്റ്റ് ചെയ്യാം, അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഗ്ലോബൽ ന്യൂസും വരുന്ന റിസൾട്ടുകളാണ്. അപ്പോൾ ഈ ഫോർത്ത് ക്വാർട്ടർ മാർച്ച് ക്വാർട്ടർ റിസൾട്ട് കമ്പനികൾ നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യുന്നത് മോശമാവുകയാണെങ്കിൽ വീണ്ടും 8,540 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ദെൻ 8,250 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ദെൻ അവിടുന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകാം. പക്ഷേ വീണ്ടും ആ റിസൾട്ടുകൾ വരുന്നത് വീണ്ടും മോശമാവുകയാണെങ്കിൽ വീണ്ടും ഒരു 8,000 ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. മണ്ടേക്ക് ഈ RILന്റെ റിസൾട്ട് ഒരു ഉണർവുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടോ? അല്ല, അത് ആ സ്റ്റോക്കിൽ മാത്രം ഒരു ഉണർവുണ്ടാക്കും. ഓൾറെഡി വളരെ ഷാർപ്പായിട്ടുള്ള, അഭിലാഷിന് അറിയാം, 2 എപ്പിസോഡ് മുമ്പ് നമ്മൾ 800 റുപ്പീസിന് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന റാലി 847 വരെ സ്റ്റോക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഓൾറെഡി റിസൾട്ടിന് മുമ്പ് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റൈഡ് 25% അടുത്ത് ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിച്ചു. അപ്പോൾ കറണ്ട് ലെവലിന് 4 to 5% മുകളിൽ ഒരു റൈഡ് വരാനുള്ള സാധ്യതയും കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ റിലയൻസിൻ്റെ റിസൾട്ട് നോർമലി ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ബെറ്റർ ആക്കേണ്ടതാണ്. പക്ഷേ ഗ്ലോബൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഞാൻ പറഞ്ഞില്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റ് US കൂടാനുള്ളത്, ഷോർട്ട് സെല്ലിംഗ് ചൈനയിൽ വന്നത്, ഇങ്ങനെ കുറേയധികം നെഗറ്റീവ് കൺസേൺസ്, യൂറോപ്പ് സെൽ ഓഫ്, ഈ കൺസേൺ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിലയൻസിൻ്റെ റിസൾട്ട് മാർക്കറ്റിൽ അത്രത്തോളം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ ആ സ്റ്റോക്കിൽ ചെറിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫാർമ സെക്ടറൊക്കെ, എല്ലാ സെക്ടറും വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് നമ്മൾ കണ്ടു. മെറ്റൽ മാത്രമാണ്, കാരണം ചൈനയുടെ ബെറ്റർ എക്കണോമിക് ഡാറ്റ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ വളരെ അപ്മൂവ്. ലാസ്റ്റ് വീക്ക് ബെറ്ററായ ഒരു സെക്ടർ എന്ന് പറയുന്നത് മെറ്റൽ സെക്ടറാണ്. ടാറ്റ സ്റ്റീലും ഒക്കെ തന്നെ വളരെ ബെറ്റർ സോണിലേക്ക്. 1540 ശേഷം ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എവിടെ ആയിരിക്കും? 8,250 സപ്പോർട്ട്. 8,250 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ആ ലെവലിൽ കഴിഞ്ഞ പ്രാവശ്യം 8,280 നിന്നും വളരെ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ച് 8,850 വരെ മൂവ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം വീണ്ടും കറക്ഷൻ മോഡിലേക്ക് പോവുകയാണ്. ഒരു ഗ്ലോബൽ ബൗൺസ് ബാക്ക് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്. ഇതൊരു ഗ്ലോബൽ സെൽ ഓഫ് ആണ്. അപ്പോൾ ഓരോ മാർക്കറ്റിൽ കറക്ഷൻ വരും, അതിനുള്ള റീസൺസ് ഉണ്ടാകും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ലാസ്റ്റ് വീക്ക് ഞാൻ അതാ പറയാനുള്ള റീസൺ, റിസൾട്ട് വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ വരുന്ന ഡാറ്റകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഇപ്പോൾ ഇനി നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് റിസൾട്ട് തന്നെയാണ്. ഇൻഫോസിസിൻ്റെ റിസൾട്ട്, HDFC ബാങ്ക്, പെട്രോനെറ്റ്, LNG പോലെയുള്ള മേജറായിട്ടുള്ള വിപ്രോ, ഇതൊക്കെ റിസൾട്ട് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ വാച്ച് ചെയ്യണം. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഏത് സ്റ്റോക്ക്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 247 വരെ പോയതാണ്, 290 ക്ലോസ് ചെയ്തത്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 142 വരെ പോയ സ്റ്റോക്ക് 164 ക്ലോസിങ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്റ്റോക്ക് താഴേക്ക് വരുംതോറും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കാൻ പറയുന്നത് ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത്. ഇപ്പോൾ 8,540 ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം, 8,560 to 40 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ. ആ സപ്പോർട്ട് സോൺ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് അവിടുന്ന് സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാം. അത് വീണ്ടും 8,850 മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുപോകാം. ഇൻഫോസിസ്, HDFC ഒക്കെ റിസൾട്ട് ബെറ്റർ ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ബൗൺസ് ബാക്ക് ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാം. റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, 8,540 ബ്രേക്ക് ചെയ്താൽ, റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാം. ദെൻ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. അടുത്ത ലെവൽ വരുമ്പോൾ 8,250 അടുത്തേക്ക് 300 ലെവലോടുകൂടി വീണ്ടും വാല്യുവേഷൻ ഫെയർ ആവും. ആ സമയത്ത് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അങ്ങനെ അതുവിടുന്ന് വീണ്ടും ബൗൺസ് ബാക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇപ്പോൾ TCS ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും PNB ആണെങ്കിലും ആക്സിസ് ആണെങ്കിലും ഒക്കെ തന്നെ ലാസ്റ്റ് സെൽ ഓഫിന് ശേഷം എനിക്ക് തോന്നുന്നു 13-15% റിട്ടേൺ നൽകി. ഷോർട്ട് പീരീഡിലാണ്. ഇപ്പോൾ റിലയൻസ് എടുക്കുകയാണെങ്കിൽ 20% മുകളിൽ റിട്ടേൺ നൽകി. ആക്സിസ് ബാങ്കും എല്ലാം റിട്ടേൺ നൽകുന്നുണ്ട്. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കാരണം ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറി. ഇപ്പോഴൊരു FIs പോലും ക്യാഷ് മാർക്കറ്റിൽ ബൈങ് നടത്തുമ്പോൾ ഒരു ഫ്യൂച്ചേഴ്സിൽ സെല്ല് ചെയ്യും, ഓപ്ഷൻസിൽ. വലിയൊരു പ്ലേ ആണ്, ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ശരിക്കും വളരെ കോഷ്യസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പുറകെ പോയില്ലെങ്കിൽ പൈസ നഷ്ടപ്പെടും. എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ മാത്രം, വാല്യുവേഷൻ ഫെയർ ആകുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. നമ്മൾ എപ്പോഴും പറയുന്ന ഈ എല്ലാ സിറ്റുവേഷനും ബെറ്ററായി വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും നിർത്തുക. വീണ്ടും മാർക്കറ്റ് അഭിലാഷ് അടുത്തൊരു വർഷം കൊണ്ട് നിഫ്റ്റി 10,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകും. അതിന് യാതൊരു സംശയമില്ല. അതേ സമയത്ത് തന്നെ അതൊരു 8,000 ലെവലിലേക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്തായാലും ഈ ഫസ്റ്റ് ക്വാർട്ടർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് സോണിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അതല്ലാതെ അതിനകത്തൊരു ഫിയർ ആവശ്യമില്ല. കാരണം ലോങ് ടേം ഇന്ത്യ വളരെ നല്ല ഷേപ്പിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വാരം നിരവധി കത്തുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.
മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം ലഭിച്ച കത്തുകൾ പരിശോധിക്കാം. ആദ്യം ശ്രീ രാജേഷിന്റെ മെയിലാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു. NHPC, യൂണിടെക്, ഇന്ത്യൻ ബാങ്ക്, ഐഡിയ സെല്ലുലാർ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, ടെക് മഹീന്ദ്ര, സുസ്ലോൺ, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ഗ്രാസിം തുടങ്ങി ഒരു നീണ്ട ലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെത്. ഇതിൽ NHPC ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട്, എനിക്ക് 15 ഇയേഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് യാതൊരു റിട്ടേൺ നൽകാത്തൊരു സ്റ്റോക്കാണ്. വാല്യുവേഷൻ ഫെയർ ആണ്, ഡൗൺ സൈഡ് റിസ്ക് ഇല്ല. ഈ കമ്പനി ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയറെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ലോങ് ടൈം പോയിന്റ് ഓഫ് ഒരു 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 20 and 18 ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 25 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ യൂണിടെക് ആണ്, സെയിം റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയർക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 15 and 12, 15 ലെവൽ വരെ വരാനുള്ള സാധ്യതയുള്ളൂ. 15 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയർക്ക് റിസ്ക് എടുത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 22 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ രണ്ട് സ്റ്റോക്കും റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപകർക്കും ഡൗൺ സൈഡ് റിസ്ക് ഈ രണ്ട് സ്റ്റോക്കിൽ NHPCയിലും യൂണിടെക്കിലും ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. അതേസമയത്ത് മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ചാൽ ഈ സ്റ്റോക്കിലും ആ ഷാർപ്പായുള്ള റിക്കവറി ഇപ്പോൾ 15 റുപ്പീസിൽ നിന്ന് ചിലപ്പോൾ 30 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി യൂണിടെക്കിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ദെൻ ഇന്ത്യൻ ബാങ്ക് ആണ്, ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അഗൈൻ 150 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നടത്തുകയാണെങ്കിൽ ഒരു 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ 150 ലെവൽ വരുമ്പോൾ ഒരു 50,000, ദെൻ 133 ലെവൽ വരുമ്പോൾ സെക്കൻഡ് ലെവൽ 50% ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കറണ്ട് 2 ലെവൽ അഡ്വൈസബിൾ ആണ്. 200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഐഡിയ സെല്ലുലാർ, എനിക്കൊന്ന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ബെറ്റ് തന്നെയാണ് ഐഡിയ. 185 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 167. ഈ 2 ലെവൽ ഈ ഒരു ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ മോശമായി മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഐഡിയ ഈ 2 ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. 2 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഫസ്റ്റ് ലെവൽ 185 and 167 ഐഡിയ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ 2 ലെവൽ വരുമ്പോൾ 2 സ്റ്റേജ് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 220 ആണ് സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ഈ റൈഡ് സംഭവിച്ച് ബെറ്റർ റിസൾട്ട് വരികയാണെങ്കിൽ 220 ലെവലിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ദെൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ റിലയൻസ് കമ്മ്യൂണിക്കേഷനും ഇൻവെസ്റ്റേഴ്സിന് മുഴുവൻ നഷ്ടം നൽകിയ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക. വാല്യുവേഷൻ ഫെയർ ആണ്. ഒരു വലിയ ബുൾ റൈഡ് സംഭവിച്ചാൽ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റോക്ക് മാറാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. അഗൈൻ 65 and 60 റിസ്ക് എടുക്കുന്ന നിക്ഷേപിക്കാൻ പറ്റുന്ന ഷെയറെ സംബന്ധിച്ച് അഡ്വൈസബിൾ ആണ്. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ടെക് മഹീന്ദ്ര ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്യാൻ സാധ്യത. TCSന്റെ റിസൾട്ട് മോശമായി, ഇൻഫോസിസിൻ്റെ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ടെക് മഹീന്ദ്രയിലും ഒരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് നന്നായി പഠിച്ചതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതിൽ 620 and 540 ലെവലിലേക്ക് വരികയാണെങ്കിൽ 620 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വിപ്രോ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ 620 ബ്രേക്ക് ചെയ്യാം. അപ്പോൾ 620 ബ്രേക്ക് ചെയ്ത് 540 ലെവൽ 550 ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതൊരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സ് അത് ശ്രദ്ധിക്കുക. ടെക് മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 760 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 760 ലെവൽ വരുമ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ സുസ്ലോൺ എനർജി സെയിം സ്റ്റോറിയാണ്. 24 ഒരു സപ്പോർട്ട് ലെവലാണ്. റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയർക്ക് ഒരു സേഫർ സ്റ്റോക്ക് തന്നെയാണ്. 24 and 18 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 34 ആണ് സ്റ്റോക്കിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. മാർക്കറ്റിൽ ഒരു ബുൾ റൈഡിലേക്ക് പോവുകയും ഈ സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ വളരെയധികം അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുള്ള ഒരു സെക്ടറാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ ലെവലിലേക്ക് വരുമ്പോൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം, റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയറെ സംബന്ധിച്ച്. ദെൻ പവർ ഗ്രിഡ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 146 and 140 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ഈ ലാസ്റ്റ് വീക്ക് ഒരു ഷാർപ്പായിട്ടുള്ള ബൗൺസ് ബാക്ക് സ്റ്റോക്കിൽ സംഭവിച്ചു. അഗൈൻ 330, 310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 390 ഈ സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ വരുമ്പോൾ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ 300 ലെവലിലൊക്കെ തന്നെ മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്താണ്. 390 ലെവൽ വരുമ്പോൾ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ദെൻ ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. ഗ്രാസിം 3500, 3200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. 4000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ ഇൻവെസ്റ്റ്മെൻറ്റിന്
പരിഗണിക്കാം. 130 ആൻഡ് 121 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ഹിൻഡാൽകോയിലും സെയിം സ്ട്രാറ്റജിയാണ്. 160 ലെവൽ വരുമ്പോൾ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ നെക്സ്റ്റ് വീക്കിൽ കാണാൻ സാധ്യതയുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് സംഭവിച്ചു. അപ്പോൾ 960 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 960ക്ക് മുകളിലാണ് മൺഡേ ഓപ്പണിംഗ് എങ്കിൽ ആ 960 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് 960 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. അത് മൺഡേ ഓപ്പണിംഗ് ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ആ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്താൽ സ്റ്റോക്ക് വീണ്ടും റൈഡ് ഉണ്ട്. അതേസമയത്ത് 960 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചെറിയ കറക്ഷൻ മോഡലിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ക്വാർട്ടർ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കിനെ സംബന്ധിച്ച് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. അഗൈൻ 860, 800 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. ചിലത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഓവറോൾ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. ആ നെഗറ്റീവ് സോണിൽ നിന്ന് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് വീണ്ടും പാർലമെൻറ്റ് സെഷനൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. റിസൾട്ട് ഉണ്ട്, ഗ്ലോബൽ ന്യൂസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഫർദർ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് നെഗറ്റീവ് സോണിലാണ്. ഇത് മാറണമെങ്കിൽ ഒരു പോസിറ്റീവ് സോണിലേക്ക് മാറണമെങ്കിൽ നമ്മളുടെ ഈ മാർച്ച് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആകണം. പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നു, ഏതെങ്കിലും അനൗൺസ്മെൻറ്റുകൾ പ്രതീക്ഷിക്കുക ഗവൺമെൻറ് ലെവലിൽ നിന്ന്. അതുപോലെ ഗ്ലോബലി ബെറ്റർ ആയിട്ടുള്ള ഡാറ്റകൾ വരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറുകയുള്ളൂ. ഞാനിപ്പോൾ പറയുന്നു നെഗറ്റീവ് സോണിലാണെന്ന് പറഞ്ഞ് ഷോർട്ട് സെല്ല് ചെയ്ത് കറക്ഷൻ വന്നില്ല എങ്കിൽ അതൊരു റിസ്ക് ആയിരിക്കാം. കാരണം ഈ ന്യൂസുകളാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ കാണേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ഓരോ സെക്ടർ റിസൾട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റോക്കും പ്രത്യേകം ശ്രദ്ധിച്ചുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ എൽദോസിന്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ PNB, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബയോകോൺ തുടങ്ങിയവയാണ്. മൂന്ന് സ്റ്റോക്കും ഫണ്ടമെൻ്റലി സൗണ്ടാണ്. പ്രത്യേകിച്ചും ബയോകോൺ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി നമ്മൾ കണ്ടിരുന്നു. 400 ലെവലിൽ നിന്നും ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് ഉണ്ട്. അഗൈൻ 450 ആൻഡ് 410 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവലിലേക്ക് സ്റ്റോക്ക് കറക്ഷൻ വരികയാണെങ്കിൽ വരാം. അതിനു മുമ്പ് റിസൾട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ ആ ലെവൽ വരുമ്പോൾ വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. 510 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ PNBയിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് ഉണ്ട്. അഗൈൻ 160 ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. അത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗൈൻ 144 ലെവൽ. ഈ 160 ബ്രേക്ക് ആണ് ഏത് ലെവലിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ച് റിക്കവറി സംഭവിക്കാം. അതുകൊണ്ട് 160 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോഴത്തെ വാല്യുവേഷൻ്റെ ഒരു ഫെയർ വാല്യൂവിലാണ് പോകുന്നത്. റിസൾട്ട് തന്നെയാണ് ഒരു കൺസേൺ. PNBയുടെ റിസൾട്ട് വരാനിരിക്കുന്നു. റിസൾട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. 190 ആണ് സ്റ്റോക്കിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. 190 ലെവലിലേക്ക് വരികയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്താൽ 190 ലെവലിലേക്ക് വരാം. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് നമ്മൾ കണ്ടു. 240 ലെവലിൽ നിന്നും 290 പ്ലസിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. അടുത്ത വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റിസൾട്ട് ഒരു കൺസേൺ തന്നെയാണ്. 280 ആൻഡ് 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. അതേസമയത്ത് ഇതൊക്കെ ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് PNB ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ മൂന്ന് സ്റ്റോക്കും ഫണ്ടമെൻ്റലി സൗണ്ടാണ്. അടുത്തൊരു കറക്ഷണൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇൻവെസ്റ്റേഴ്സ് നെക്സ്റ്റ് വീക്കിൽ ശ്രദ്ധിക്കേണ്ട റിസൾട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കറക്ഷൻ സംഭവിച്ച ഫാർമ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ വീണ്ടും നെക്സ്റ്റ് വീക്ക് ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. വീണ്ടും അത് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് നിങ്ങളുടെ കത്തുകൾ അയക്കേണ്ടത്. ഹെഡ്ജ് എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭൂനന്ദനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.